പ്രിയപ്പെട്ടവരെ, ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ ഗോപാലകൃഷ്ണൻ സാറിന്റെ ഒരു പരാമർശവും ചെറിയൊരു ക്ലിപ്സ് വാട്സപ്പ് നിറയെ ഓടുന്നതായിട്ട് കണ്ടു. അത് കേട്ടപ്പോൾ സത്യത്തിൽ വിഷമം തോന്നിയിട്ടു. കാരണം നമ്മൾ സാറ് എന്നാണ് അദ്ദേഹം വിളിച്ചത്. സാറ്, ഗോപാലകൃഷ്ണൻ സാറ് ഒരുപാട് വേദികളിൽ ജനോപകാരമായ രീതിയിലുള്ള പ്രസംഗങ്ങൾ നടത്താറുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് വേദിക്കനുസരിച്ച് ഇവരിങ്ങനെ തയ്യാറാക്കിക്കൊണ്ടുവരുന്ന പ്രസംഗങ്ങളായിരുന്നു എന്ന് മനസ്സിലാക്കാൻ വൈകിപ്പോയി. ഇപ്പോ ഉള്ളിന്റെ ഉള്ളിലിരുന്നിട്ട് ഒരു വേദികളിലുമല്ലാതെ സോഷ്യൽ മീഡിയ വഴി പുറത്തുവിട്ട ഒരു വളരെ വേദനാജനകമായ ഒരു സംസാരമാണ് മലപ്പുറത്തെ പെണ്ണുങ്ങൾ പന്നി പ്രസവിക്കുന്നത് പോലെ പ്രസവിച്ചു കൂട്ടുന്നു, എന്നിട്ട് സമുദായത്തെ വളർത്തുന്നു എന്നുള്ളതായിരുന്നു ഈ ഗോപാലകൃഷ്ണൻ സാറിന്റെ ഒരു സംസാരം വന്നത്. അത് തീർത്തും മനുഷ്യനെ സ്നേഹിക്കുന്ന, അമ്മമാരെ സ്നേഹിക്കുന്ന, സ്ത്രീ സമൂഹത്തെ സ്നേഹിക്കുന്ന, ജനന പ്രക്രിയ എന്ന സംവിധാനത്തെ ബഹുമാനിക്കുന്ന, പ്രകൃതിയെ സ്നേഹിക്കുന്ന അവർക്കൊക്കെ തന്നെ അത് വേദനാജനകമായ ഒരു കാര്യമാണ്. നമ്മൾക്ക് തിരിച്ച് പലതും പറയാനുണ്ടാവും. പന്നി പ്രസവിക്കുന്നത് പോലെയാണ് ഈ നാട്ടിൽ പെണ്ണുങ്ങളൊക്കെ പ്രസവിക്കുന്നത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ ഒരു പെണ്ണിൽ നിന്ന് ജന്മെടുത്തല്ലേ. നമുക്ക് പറയാൻ പറ്റുമോ നിന്റെ അമ്മ പ്രസവിച്ചത് പന്നി പ്രസവിച്ച പോലെയാണ്, നീ പന്നിയുടെ സന്താനമാണെന്ന് പറയാൻ പറ്റുമോ? നമ്മളെ വിവരം അതിന് സമ്മതിക്കുമോ? അങ്ങനെ പറയാൻ പാടില്ലല്ലോ. അതല്ലേ നമ്മളെ രക്ഷിതാക്കൾ നമ്മൾ പഠിപ്പിച്ചത്, നമ്മുടെ സംസ്കാരം അതല്ലേ. അതൊക്കെ പോട്ടെ, ഈ ഗോപാലകൃഷ്ണന്റെ അടുത്തേക്ക് നമ്മൾ ഒരു പരിപൂർണ ഗർഭിണിയായ മുസ്ലിമിനെയോ ക്രിസ്ത്യാനിയോ ഹിന്ദുവിനെയോ കൊണ്ട് നിർത്തി കൊടുക്കാം. പച്ചയിൽ അവരെ മുഖത്ത് നോക്കിയിട്ട് നീ പന്നിയെയാണ് ചുമക്കുന്നത്, നീ പന്നിയാണ്, നീ നാളെ പ്രസവിക്കുമ്പോൾ പന്നിയെ പോലെയാണ് നീ പ്രസവിക്കുക എന്ന് ഒരു സ്ത്രീന്റെ മുഖത്ത് നോക്കി ഉളുപ്പോട് കൂടിയിട്ട്, ജാതി വേണമെങ്കിൽ അദ്ദേഹത്തെ ഞാൻ മുസ്ലിമിനെ മുന്നിൽ നിർത്തി കൊടുക്കാം, പറയാൻ പറ്റുമോ ഈ ഗോപാലകൃഷ്ണൻ? ഇങ്ങനെ രഹസ്യമായിരുന്ന് ക്യാമറയ്ക്ക് പിന്നിലിരുന്നിട്ട് ആളാവാൻ വേണ്ടി പ്രണാമം നമസ്കാരം എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുള്ള എന്താ ആഭാസത്തര. അതുവരെയൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനും സംസാരിക്കാനൊക്കെ. ഇപ്പൊ എന്താണ് കാര്യം? പടിപടിയായിട്ട് ഇവരൊക്കെ, ഈ ടീച്ചർമാരും ചില ശശികലമാരും ഇവരൊക്കെ പടിപടിയായി വളരും തോറും വെണ്ട പോലെ ആവുകയാണ്. മൂക്കും തോറും കേടാവുക. പിന്നെ സാമ്പാറിലിടാൻ പറ്റില്ല, കണ്ടു പൊട്ടിച്ചു നോക്കിയാൽ ഏറ് പുറത്തേക്ക്. ഇങ്ങനെ ഇവർ വിവരം വെക്കുന്നിടത്തോളം, ഇവർ നന്നാവുന്നിടത്തോളം കേടായിക്കൊണ്ടിരിക്കുന്ന ചില വർഗ്ഗങ്ങളാണ്. സത്യത്തില് കേരളത്തിന്റെ മതമൈത്രിയും മാനവമൈത്രിയും പിടിച്ചു നിർത്താൻ കഴിയാത്ത രീതിയിൽ അണപൊട്ടി നമുക്ക് നിയന്ത്രണ വിധേയമല്ലാത്ത രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നതിന്റെ മുഖ്യധാര കാരണം ഇത്തരത്തിലുള്ള നാവിന് ലൈസൻസ് ഇല്ലാത്ത വിഭാഗങ്ങൾ തന്നെയാണ്. നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. കേരളത്തിൽ ഈ പ്രാവശ്യം, ഞാൻ ഗോപാലകൃഷ്ണനോട് സൂചിപ്പിക്കുകയാണ്, കേരളത്തിൽ ഈ പ്രാവശ്യം പെയ്ത മഴയേക്കാൾ കൂടുതലായിട്ട് ഗോപാലകൃഷ്ണ കേരളത്തിന്റെ റോഡുകളിൽ ചോരയാണ് വീണിട്ടുള്ളത്. ഇതിനൊക്കെ കാരണം അല്ല ചിലർ രാഷ്ട്രീയ വൈരാഗ്യങ്ങൾ, അതിനപ്പുറം ഭൂരിപക്ഷം നടന്നത് മതവികാരങ്ങൾ തന്നെയാണ്. ഞങ്ങൾ കൂട്ടി അടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന മതങ്ങളെയും ജാതികളെയും നിങ്ങൾ ഈ എല്ലില്ലാത്ത നാവ് വെച്ച് ലൈസൻസ് ഇല്ലാത്ത സംസാരങ്ങൾ നടത്തി, വൃത്തികെട്ട സംസാരങ്ങൾ നടത്തി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിന് സമൂഹത്തിലെ ഏറ്റവും വലിയ മാലിന്യമായിട്ടാണ് നിങ്ങളെയൊക്കെ ഞങ്ങൾക്ക് ഇപ്പൊ കാണുന്നത്. ഈ സമുദായത്തെ രക്ഷിക്കാൻ നിങ്ങളാര്? ഹിന്ദുവിനെ രക്ഷിക്കാനോ മുസ്ലിമിനെ രക്ഷിക്കാനോ അല്ലെ നിങ്ങൾ ആവശ്യമുണ്ടോ? ഈ പ്രപഞ്ചം ഉണ്ടാക്കിയത് നിങ്ങളാണോ? നിങ്ങൾ വന്നുപോയൊരു വിരുന്നുകാരനല്ലേ? എത്ര വേദഗ്രന്ഥങ്ങൾ നീ വായിച്ചിട്ടുണ്ട് ഇല്ലേ? ഭഗവത്ഗീത തൊട്ടിട്ട് രാമായണം മുഴുവൻ വായിച്ചിട്ട് മനസ്സിലായില്ലേ? എവിടെയാണ് ഗോപാലകൃഷ്ണ ഭൂമിക്ക് അതിര്? എവിടെയാണ് ഇന്ത്യ രാജ്യം നിൽക്കുന്നത്? എവിടെയാണ് പാകിസ്ഥാനുള്ളത്? അറിയാഞ്ഞിട്ട് ചോദിക്കുകയാണ്. അതിരുകൊണ്ടല്ലേ നീ മനസ്സുകൊണ്ട് വേറെടുത്തിയത് എല്ലാവരെയും? നിങ്ങളൊക്കെ അല്ലേ? അതിരുകൊണ്ട്, വെറും മനസ്സിൽ സൂക്ഷിച്ച അതിരുകൊണ്ടാണ് നിങ്ങൾ മാറ്റിയത്. അങ്ങനെ ഒരു അതിര് താഴോട്ട് വരികയാണെങ്കിൽ നമ്മൾക്ക് ഇത്ര മതി ഇന്ത്യ എന്ന് പറയാൻ കഴിയോ? അതിന് മേലോട്ട് പോവുകയാണെങ്കിൽ ലോകം മുഴുവനും ഇന്ത്യയാണെന്ന് പറയാൻ കഴിയോ? സങ്കല്പങ്ങളാണ്. ഓക്സിജൻ കിട്ടി അന്നം കഴിച്ച് വൃത്തിയുള്ള സംസാരം നടത്തി നല്ല പെരുമാറ്റത്തോടു കൂടി വരും ഭാവിക്കും തലമുറക്കും അടുത്ത പ്രത്യുൽപാദനം നടത്തി വിറങ്ങി തിരിഞ്ഞ് പോകുന്ന വെറും വിരുന്നുകാരനാണ്. എന്നേക്കാൾ നല്ല പോലെ നിങ്ങൾക്കറിയാം ഈ സത്യം. എന്നിട്ട് എന്തിനാണ് ഇങ്ങനെയുള്ള ഈ ആഭാസത്തരങ്ങളെ വിളിച്ചു പറഞ്ഞ് നിങ്ങൾ കൂടുതൽ വൈരാഗ്യങ്ങൾ ഉണ്ടാക്കുന്നത്? എന്തിനാണ്? മതത്തിലും ജാതിയിലും ഒരു പിണ്ണാക്കുമില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ അതിൽ വിശ്വസിക്കുന്നുമില്ല. അറിയാഞ്ഞിട്ട് ചോദിക്കുക. നിങ്ങളെപ്പോലെ തന്നെ മാതാ അമൃതാനന്ദമഴി എന്ന് പറഞ്ഞ കടപ്പുറത്തെ നമ്മൾ പറയുന്ന ആ അമ്മ അല്ലേ, പല പേരും പറയുന്നുണ്ട്. അതൊക്കെ പോട്ടെ, നിങ്ങൾ ഈ പറഞ്ഞ
അമ്മ ഇത്രയും കാലം നമ്മുടെ നാട്ടിൽ ഇവിടെ ഉണ്ടായിട്ട് നിങ്ങളെ പോലെ ടീച്ചർ, ഈ പറഞ്ഞ നസില ടീച്ചർ പോലെ അല്ലെങ്കിൽ ഈ ഗോപാലകൃഷ്ണനെ പോലെ നാവെടുത്ത് വളച്ച് മറ്റൊരു മതസ്ഥരുടെ നെഞ്ചത്തേക്ക് അത് കുത്തിയിട്ടുണ്ടോ? അഴിമതി പറയാനോ ഇല്ലെങ്കിൽ ആരോപണം പറയാനോ പലർക്കും കഴിഞ്ഞിട്ടുണ്ടാവാം. പക്ഷെ ഒരു മതത്തെ നിന്ദിക്കാൻ അവർ വന്നിട്ടുണ്ടോ? അവർ നിന്നോളം ടീച്ചർ, അധ്യാപകർ, പ്രൊഫസർ പണി എടുത്തിട്ടുണ്ടോ? അവർ നിന്നോളം പഠിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ മറ്റു ടീച്ചറെ പോലെ ചെയ്തിട്ടുണ്ടോ? ഒന്നുമില്ലല്ലോ. സാധാരണ സ്ത്രീയല്ലേ. എന്നിട്ടെന്തേ നിന്നേക്കാൾ കൂടുതൽ വിവരം ദൈവം അതിന് കൊടുത്തു. വിവരമായ അനുഗ്രഹമാണ് ഗോപാലകൃഷ്ണ, ഒരനുഗ്രഹം. നിന്നോടും ടീച്ചറോടൊക്കെ ഞാൻ പറയുന്നത്, വിവരം ഒരനുഗ്രഹം, അത് ദൈവം തരണം. അത് ദൈവം തന്നിട്ട് അത് അനുഭവിച്ചിട്ട് കുറെ കുട്ടിതൊഴുത് പ്രാർത്ഥിച്ചിട്ടോ അല്ലെങ്കിൽ പിന്നെ കുറെ കുരി വാരി തേച്ചോണ്ടോ അല്ലെ വലിയ തലയിൽ വലിയ തൊപ്പിട്ട് നിസ്കാരതായം ഉണ്ടാക്കിയതുകൊണ്ടൊന്നും മനുഷ്യനാകാൻ കഴിയില്ല ഗോപാലകൃഷ്ണ. മനുഷ്യനാവണമെങ്കിൽ ആദ്യം തന്നെ പഠിക്കേണ്ടത് എന്താണ് മനുഷ്യനെന്ന പാഠം പഠിക്കണം. അതിന് നീ പട്ടിണി പഠിക്കണം, അതിന് നീ ജാതിയെ പഠിക്കണം, അതിന് നീ മനുഷ്യനെ പഠിക്കണം, അതിന് നീ ഇറങ്ങണം, സമൂഹത്തിലേക്ക് ഇറങ്ങണം. എന്നിട്ട് എങ്ങനെയാണ് ഇടകലർന്ന് ജീവിക്കുക എന്നുള്ളത് പഠിക്കണം. കളങ്കമില്ലാത്ത ഹൃദയമായി മാറണം. അങ്ങനെ ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ സംഭവത്തിൽ. അതൊക്കെ ആയി വന്നവനെ മനുഷ്യനാവാൻ കഴിയുന്നുള്ളൂ. അവന് മാത്രമേ മനുഷ്യത്വപരമായി സംസാരിക്കാൻ കഴിയൂ. അവന്റെ നാവിൽ നിന്ന് നല്ലതേ വിരിയൂ. ഒരു താക്കീത് നീക്കി തരാൻ പോകുന്നു. ഇത്തരത്തിലുള്ള വൈറലാക്കാൻ വേണ്ടിയിട്ടോ ഫേമസ് ആവാൻ വേണ്ടിയിട്ടോ ഒരിക്കലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പഠിച്ചിറക്കി സ്വന്തം അമ്മയെ ഓർത്ത് ദയവായിട്ട് നീ ചെയ്യരുത്. നിന്റെ അമ്മ ജീവനോടെ ഉണ്ടല്ലേ എനിക്കറിയില്ല. അങ്ങനെ നീ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ മലപ്പുറത്തെ പെണ്ണുങ്ങളെ കൂട്ടത്തിൽ തന്നെയാണ് ഗോപാലകൃഷ്ണ നിന്റെ അമ്മയെ. ഇത്തരത്തിലുള്ള ഒരു പന്നിയെയാണല്ലോ ഞാനും ജന്മം കൊടുത്ത്, അല്ലെങ്കിൽ എന്റെ മകൻ പന്നിയാണല്ലോ എന്നാണ് അവർ ചിന്തിക്കുക. പറഞ്ഞത് പെണ്ണുങ്ങളെന്ന വാക്കാണ്. അതുകൊണ്ട് അതിൽ ആ മഹതിയായ പെണ്ണെന്ന ഭാഗത്തിൽ മഹതിയായ നിന്റെ അമ്മയും പെടുന്നുണ്ട്. കൂട്ടി പറയരുത്. അതുകൊണ്ട് ദയവായിട്ട് പറയാണ്, പറഞ്ഞു സ്വയം പന്നിയായിട്ടോ പന്നിയുടെ മകനായിട്ടോ മാറാൻ ശ്രമിക്കരുത്. ഇവിടെ ഒരുപാട് ആൾക്കാർ വായിക്കലില്ലാതെ പറഞ്ഞു പോയിട്ടുണ്ട്. നമ്മളൊക്കെ എല്ലാവരും ക്ഷമിച്ചിരിക്കും. അതൊരു മതത്തിലേക്ക്, ഒരു തോക്കുസ്വാമി ഉണ്ടല്ലോ, അവനും കുറെ വായിക്കലില്ലാതെ വിളിച്ചു പറയും. അവന് എങ്ങനെ പറയൂ? ഒരു ഫ്ളാറ്റിന്റെ അകത്തിരുന്ന് സോഫാ സെറ്റിക്ക് അകത്തിരുന്നിട്ട് അടക്കി ഒതുക്കിയിരുന്ന് പതുക്കെ കാര്യം പറഞ്ഞ് പുറത്തേക്ക് വിട്ട് തടിയെടുത്ത് പോരും. ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയിട്ട് 10 ആളിടയിലേക്ക് മധ്യത്തിലേക്ക് മൈക്ക് കെട്ടി ഒന്ന് വരട്ടെ. അതല്ലെങ്കിൽ ഇവൻ നേരൊക്കെ പോയിട്ട് സ്റ്റുഡിയോന്റെ ഉള്ളിൽ ഇരുന്നിട്ട് പുറത്തേക്ക് ഇറങ്ങാതെ ഒരു പോക്ക് പോകും. എന്നാൽ ഞങ്ങൾക്കൊക്കെ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിയിട്ടും ഇംഗലാവ് വിളിച്ചിട്ടും മുദ്രാവാക്യം വിളിച്ചിട്ടും പ്രകടനം നടത്തിയിട്ടും പൊതുജനത്തിൽ സംസാരിച്ചിട്ടും പരിചയമുണ്ട്. ഞങ്ങൾക്ക് പറയാനുള്ളത് നേരുനിറിയായതുകൊണ്ട് മറ ആവശ്യമില്ല. ആ രീതിയിൽ നീ ആയാലും ടീച്ചറായാലും തോക്കുസ്വാമി ആയാലും എല്ലാവരും ഒന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. ഇതേ ഇപ്പം പറയാനുള്ളൂ. അതുകൊണ്ട് ഇനി മേലിൽ പെറ്റമ്മ